നമസ്കാരം. അർജുൻ ആയങ്കിയുടെ ഒരു വീഡിയോ സന്ദേശം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ചില കാര്യങ്ങളിൽ അയാൾ പറയുന്നതിൽ ന്യായമുണ്ടോ എന്ന് സംശയമുണ്ടാകുന്നുണ്ട്. എന്തായാലും കേൾക്കാം. എനിക്ക് നേരെ പാർട്ടിയിലുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ കേസുകളും തീർപ്പായതാണ്. പിന്നീട് ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച കുറച്ച് കേസുകളുണ്ട്. ആ കേസുകളുടെ ഭാഗമായിട്ടുള്ള ഒരു 4ഓളം കേസുകൾ 2021-നും 23-നും ഇടയിലുള്ള കേസുകൾ, അത് മാത്രമാണ് എൻ്റെ പേരിൽ ബാക്കിയുള്ളത്. 4 കേസുകൾ. അതിലൊന്ന് ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ടി-നെ ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസാണ്. അതായത് ഞാനും എൻ്റെ സുഹൃത്തും ആക്രമിക്കപ്പെട്ടിട്ട് ആ ടി ഒരു വനിതാ ടിയെ കൊണ്ട് അവരെ ഞാൻ ആക്രമിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ 10 ദിവസം വിയ്യൂർ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ. ആ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഭാവിയിൽ എന്താവും എന്ന് കണ്ടറിയാം. അപ്പോൾ അത്തരത്തിൽ 4 കേസുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എന്നെയാണ് കോതമംഗലത്ത് വെച്ചിട്ട് ഇത്തരത്തിലൊരു അന്യായമായ അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിൽ കൊണ്ടുപോയിട്ട് വീണ്ടും വിട്ടത്. അതായത് ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ വീണ്ടും 21 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിന്റെ വികാര പ്രകടനമാണ് ഞാൻ നടത്തിയത്. എന്റെ ആവശ്യം ന്യായമാണ്. ആ കേസ് പുനരന്വേഷിക്കുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കെതിരെ ആ കേസ് ഉണ്ടാക്കിയത്, ആ കേസ് ചുമത്തിയത്, ആരുടെ നിർബന്ധപ്രകാരമാണ്, ആരാണ് അതിന് പിന്നിൽ എന്നെല്ലാം ആ കേസെടുത്ത വ്യക്തി SHO തുറന്നു പറയണം. അപ്പോൾ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം, ഉള്ള കേസുകളുടെ എണ്ണങ്ങളെല്ലാം കുറച്ച് 0 എത്തിക്കുക എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ജീവിച്ച ഒരാളായിരുന്നു ഞാൻ. എനിക്കിപ്പം 23ഓളം കേസുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടതിന്റെയും രാഷ്ട്രീയം പറഞ്ഞതിന്റെയും എല്ലാം ഭാഗമായിട്ടുള്ളതാണ്. അപ്പോ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും എല്ലാം വിമർശിച്ച് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ കേസെടുക്കുന്ന ഒരു നടപടി 10 വർഷക്കാലത്ത് ഉണ്ടായിരുന്നോ എന്ന് ഇവർ പരിശോധിച്ചാൽ മതി. അപ്പൊ ഇവിടെ നടക്കുന്നത് പോലീസ് രാജാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം ആഭ്യന്തരമന്ത്രി പരിശോധിക്കണം. മുഖ്യമന്ത്രി പരിശോധിക്കേണ്ട കാര്യമില്ല, കാരണം മൂപ്പർക്ക് പറ്റൂല. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ചെന്നിത്തലയാണ് അതാവാൻ വേണ്ടി ഏറ്റവും യോഗ്യൻ എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. CPM-കാരനായതുകൊണ്ട് ഞാൻ പാർട്ടിയിലില്ല എന്ന് പല ആൾക്കാർ പറയുന്നുണ്ട്, എന്നെ തള്ളിപ്പറട്ടുമുണ്ട്. അവര് തള്ളിപ്പറയുന്നതിന് മുമ്പേ ഞാൻ ഒരു കേസിന്റെ ഭാഗമായി ഞാൻ ഇതിന്റെ ഭാഗവാക്കല്ല എന്ന് പറഞ്ഞ് പുറത്തുപോയ ആളാണ്. ഞാൻ ഇപ്പോഴും ഇതിനു വേണ്ടി പേനയുന്തുന്നത്, ഇതിനു വേണ്ടി എഴുതുന്നത് ഇതിനോടുള്ള ആത്മാർത്ഥത കൊണ്ടും ഇത് എന്റെ സ്വഭാവ രീതിയായി മാറിയത് കൊണ്ടും ഇതെന്റെ രക്തത്തിൽ അരിഞ്ഞത് കൊണ്ടുമാണ്. അപ്പൊ അതിനെല്ലാമുള്ള പാരിതോഷികം, അതിനെല്ലാമുള്ള സ്നേഹം എനിക്കിന്നൊരു നേതാവ് തന്നു. കാരണം ഞാൻ ഒരു തരത്തിലും അടുപ്പിക്കാൻ വേണ്ടി പറ്റാത്ത, അയിത്തം കൽപ്പിച്ച് അകറ്റി നിർത്തേണ്ട ഒരാളാണ് എന്നുള്ള രീതിയിലുള്ള പ്രകടനമാണ് ഇന്ന് എനിക്ക് നേരിടേണ്ടി വന്നത്. അതിലൊന്നും എനിക്ക് സങ്കടമില്ല. അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യവും. ഒരു സ്വർണം പൊട്ടിക്കൽ കേസിൽ ഉൾപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് അയാൾക്ക് ഈ നാട്ടിൽ യാതൊരു അവകാശവും ഇല്ലാതില്ല. കാര്യം TG മോഹൻദാസിന് വരെ നമ്മുടെ നാട്ടിൽ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞിട്ട് പോലും പ്രത്യേക നിയമപരിരക്ഷ കിട്ടുമ്പോൾ അയാളെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട്, ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അയാളുടെ ജീവിതം തന്നെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടത് പോയതുകൊണ്ട് അയാൾക്ക് പിന്നെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ലെന്നുണ്ടോ? കാര്യം നമ്മുടെ നാട്ടിലെ ഒരു പൊതു ആചാരമാണല്ലോ, ഇടതുപക്ഷവുമായി ഒരു ബന്ധമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെയൊക്കെ പിന്നീട് എന്ത് കാര്യത്തിലും വേട്ടയാടുക. പ്രത്യേകിച്ച് അയാൾ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ശബ്ദമാണെങ്കിൽ അയാളെ ചാപ്പ കുത്തുക. നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ സുഗതൻ എന്നൊരു ക്രിമിനൽ 18ഓളം കേസിൽ പ്രതിയായി. അയാളും ആയങ്കിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അയാൾക്ക് കിട്ടുന്ന പരിരക്ഷ എന്തുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. സുഗതനെ ഈ നാട്ടിൽ BJP-ക്കാരെല്ലാം മഹത്വവൽക്കരിക്കാനും 18ഓളം കേസുകളിൽ, അത് വധശ്രമ കേസുണ്ട്, ഭവനഭേദനമുണ്ട്, സ്ത്രീകളെ ആക്രമിച്ച കേസുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തിയുണ്ട്, അങ്ങനെ പല കേസുകളിൽ ഉൾപ്പെട്ട വ്യക്തി. അങ്ങനെയുള്ള വ്യക്തിക്ക് ഈ നാട്ടിൽ അവകാശത്തിന് വേണ്ടി ചിലർ വാളോങ്ങുമ്പോൾ ഇപ്പുറത്ത് ഒരു വ്യക്തിക്ക് എന്താണ് അയാൾ പറയുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കപ്പെടാതെ പോകുന്നത്? കാപ്പ ചുമത്തിയ കൊടും ക്രിമിനലിന് ജയിലിനകത്ത് വരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമുണ്ടാക്കിയവർ എന്താ ഈ ശബ്ദത്തിലെ ചില കാര്യങ്ങൾ പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്ന് പൊതുസമൂഹത്തിന് സംശയമുണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു സ്വാഭാവികമായിട്ടുള്ള മനുഷ്യാവകാശ ധ്വംസനം തന്നെയാണ്. അയാളെ വെടിവെച്ച് കൊല്ലാൻ പറയാൻ സുഗതനോളം ക്രിമിനൽ അല്ല ആയങ്കി എന്നുള്ള കാര്യം
കേസ് റെക്കോർഡ് പരിശോധിച്ചാൽ അറിയാം. സുഗതന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രിവിലേജും അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള പ്രിഫറൻസും ഈ നാട്ടിൽ എല്ലാ ക്രിമിനലുകൾക്കും കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. അവിടെ ഒരിടത്താകാമെങ്കിൽ എന്തുകൊണ്ട് ആയങ്കിയോട് അതില്ല എന്ന് ചോദിച്ചാൽ ആയങ്കിക്ക് ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? അയാൾ ഏതെങ്കിലും കേസിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കള്ളക്കേസാണെങ്കിൽ അന്വേഷിക്കണമെന്ന ആവശ്യം എന്തുകൊണ്ട് തള്ളപ്പെടുന്നു? അയാൾ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ജീവിക്കാൻ അനുവദിക്കാതെ വേട്ടയാടുന്നു എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു കേസിൽ പ്രതിയായാൽ അയാളെ പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട്, കാര്യം സുഗതൻ ചെയ്ത പോലുള്ള കേസല്ല, ഈ നാട്ടിലെ ഒരു മാഫിയ സംഘം സ്വർണം കടത്തുന്നു, അവരിൽ നിന്ന് സ്വർണം പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന മറ്റൊരു ക്രിമിനൽ സംഘം. ആ പ്രവൃത്തി ചെയ്തതൊന്നും ശരിയായിട്ടുള്ളതല്ല, നിയമവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. പക്ഷേ സുഗതൻ ശരിയാണെങ്കിൽ ആയങ്കിയും ശരിയാണ്. BJP അംഗത്വം എടുത്താലും രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ക്രിമിനലുകളായാലും അവർക്കെല്ലാം കിട്ടുന്ന പ്രിവിലേജ് ആയങ്കിക്കും ഈ നാട്ടിൽ ചില സംവിധാനങ്ങൾ കൊടുക്കേണ്ടതുണ്ടെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്.